ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പേരമ്മയിൽ നിന്ന് തിരിച്ച് ബോംബെക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് സെറ്റിലാവുന്നതിന് 2-3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പേരമ്മ 5-6 ദിവസത്തെ ലീവ് എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ഇത് തിരിച്ച് പെട്ടെന്ന് നിന്നിട്ട് ജോലിയിൽ കയറണമെന്ന് പേരമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടേ. പക്ഷെ പുള്ളിക്കാർക്ക് പോകാനായിട്ട് അത്ര ഇഷ്ടമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റൂ. പക്ഷെ വേഗം തിരിച്ചു വരും. ഈ വർഷം തന്നെ പേരമ്മ തിരിച്ചു വരും. അപ്പം ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇത് സ്റ്റേഷൻ്റെ ബാക്ക് വശമാണ്. ഇതുവഴി നമ്മൾ പെട്ടെന്ന് ഒരു ഈസിക്ക് വേണ്ടി കയറുന്നതാണ്. ഫ്രണ്ട് വശം അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ കുറേ ലഗേജ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചിപ്സും നമ്മുടെ ചക്ക വറുത്തതും കളിയടക്കയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം നല്ല ലഗേജ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു. കണ്ണിലോട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അടിച്ച് കയറുന്ന പോലെ വെയിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അപ്പുറത്തും ട്രെയിൻ ഉണ്ടോ, ട്രെയിൻ വരാൻ സമയമായോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ ട്രെയിനൊന്നും ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് അതുവഴി നടന്നോക്കെ. പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ നിറയെ ഫ്ലവേഴ്സാണ്, നിറയെ ചെടിയുണ്ട്, പല തരത്തിലുള്ള. എനിക്കൊന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് വൃത്തിക്കാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു. പണ്ടൊരു നോർമൽ റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ അത് ഒത്തിരി അവർ പുതുക്കി പണിതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അകത്തൊക്കെ ഒരു കുഞ്ഞ് കടയും അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ പിന്നെ 4 കുപ്പി വെള്ളവും ഒരു ലേസും പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ വന്ന് നമ്മളിവിടെ വന്നിരുന്നു. അതിനിടയ്ക്ക് പേരപ്പനോടാണ് ഞാൻ സംസാരിക്കുന്നത്. പേരപ്പൻ എനിക്ക് എന്തെങ്കിലും കൊടുത്ത് വിട്ടിട്ടുണ്ടോടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് വോയിസിന് റിപ്ലൈ കൊടുക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മുടെ പേരമ്മയുടെ ട്രെയിനൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എങ്ങനെ നമ്മളിവിടെ നിർത്തിയെടുത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരൊക്കെ കയറുമായിരുന്നു. ചടപടയുന്ന സാധനമൊക്കെ എടുത്ത് വെച്ച്. പിന്നെ പേരമ്മയോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല. സാധനമൊക്കെ എടുത്ത് വെച്ച് അകത്ത് കയറിയപ്പോൾ ട്രെയിൻ വിട്ടുപോയി. അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. കാരണം ഒന്നും ഇത്ര നേരം കണ്ടതാണ്. എന്നാലും നമുക്കൊന്ന് ഒരു ടാറ്റ പോലും പറയാൻ പറ്റാതെ പെട്ടെന്ന് പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ഞാനും അമ്മയും തിരിച്ച് നമ്മൾ അങ്ങോട്ട് ഓട്ടോയ്ക്കാണ് പോയത്. പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിന് വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫ്ലാഗ് ഈ റെയിൽവേ പുതുക്കി പണിതാണ്. എന്തായാലും അടിപൊളിയുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലുള്ളൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ഇനിയിട്ടുള്ളൂ ഗൈസ്, ബൈ.